പൊതുജനങ്ങൾ ഇവിടെ എത്തുന്ന എല്ലാവരും മെച്ചമായി കണ്ടത് അശോകേട്ടനെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം ഇടപെടുന്നതും അശോകേട്ടനോടായി. ഇവരുടെ സ്നേഹവിലക്ക് ഒരു പുഞ്ചിരിയോടെ തള്ളി നമ്മുടെ അശോകനുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ വലങ്കൈ ആയിരുന്നു ചന്തുട്ടിയേട്ടൻ. ആ സ്ഥാനത്തേക്ക് അശോകേട്ടൻ വന്നു, വീണ്ടും വലങ്കൈയായി. ഇനി വരുന്ന ഒന്നും ഒന്നും രണ്ടാണെന്ന് നമ്മൾ പഠിച്ച്, എന്നാൽ നമ്മൾ രണ്ടും ഒന്നാണെന്ന് കൽവിൽ നീനച്ച്. നമ്മുടെ പ്രധാന അധ്യാപിക ശ്രീമതി ഉഷ ടീച്ചർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. എങ്ങനെ ഒരു പതർച്ചയായിരുന്നു. എല്ലാം നടക്കും. നമ്മൾ ഈ പറയും പോലെ ഒരാൾക്ക് ശേഷം മറ്റുള്ളവർ ആ നിലയിലേക്കെല്ലാം ഉയർന്നു വരികയും നടക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇതുപോലുള്ള ആളുകൾ പെട്ടെന്ന് ഇതുപോലെ വിരമിക്കുമ്പോഴും ലീവ് എടുക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു പതർച്ച അന്ന് HM പറഞ്ഞിട്ടുണ്ടായി. പിന്നെ മറ്റൊന്ന് ായി തന്നെ കൂടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അശോകേട്ടനെ ഇനി നമ്മൾ എപ്പോഴും കാണും. കാരണം അശോകേട്ടൻ എവിടെയും പോകുന്നില്ല. അശോകേട്ടൻ മധൂർ തന്നെ ഉണ്ട്. അപ്പോൾ അശോകേട്ടനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹാദരവിന് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുപോലെ തന്നെ 95 മുതലുള്ള സർവീസ്, കല്ലപ്പള്ളി മുതലുള്ള മുഗ്ര പീഠം വരെ കാസർഗോഡിലെ എല്ലാ കാര്യങ്ങളും ദിവ്യ ടീച്ചറുടെ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സ്കൂളിലും കൂടുതൽ നിന്നിട്ടില്ല. കല്ലപ്പള്ളിയിൽ 5 മാസം ഉണ്ടായിരുന്നു. പിന്നെ മുഗ്ര പുത്തൂര് 12 വർഷം, ആരിക്കാടിയിൽ 11 വർഷം ഉണ്ടായിരുന്നു. 96 മുതൽ 2006 വരെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ 8 വർഷത്തോളമായി. ഇവിടെ നിന്ന് എല്ലാ സ്കൂളിൽ നിന്നും നല്ല സഹകരണമായിരുന്നു സ്റ്റാഫിൻ്റെ ഇടയിൽ നിന്ന് ലഭിച്ചിരുന്നത്. ശോകമില്ലാത്തവനാണ് അശോകൻ. ഇവിടെ ഞാനും അങ്ങനെയുള്ള ഒരു ശോകമില്ലാത്തവനാണ്. പുറത്ത് കാണിക്കുന്നില്ല വേണ്ടു. പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ അശോകത്തിൻ്റെ മനസ്സ് വളരെ നിഷ്കളങ്കമാണ്. ഒരു മതിലും വാതിലും പോലെയാണ് അശോകത്തിൻ്റെ മനസ്സ് എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന് സൗഹൃദം മാത്രമേ ഉള്ളൂ, എല്ലാവരും ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യവും സംസാരിക്കുന്ന സമയത്ത് മുക്കിയും മൂളിയിട്ടാണ് ചിരിച്ചുകൊണ്ട്